ഇപ്പോൾ കൊല്ലം തീരെ തടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക്കും കണ്ടെയ്നർ മാലിന്യവുമൊക്കെ നീക്കുന്ന നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, നടപടികളൊക്കെ ആരംഭിച്ചു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇത് ഇന്നലെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി വരെ ഇടപെട്ടിട്ട് നടത്തിയ ഒരു യോഗമായിരുന്നു. ആ യോഗത്തിൽ ജില്ലയിലെ ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത് കൊച്ചി, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ഈ 4 ജില്ലയിലെ കളക്ടർമാരും മറ്റും ഈ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. വിവിധ ഏജൻസികൾ പങ്കെടുത്തിരുന്നു. ഈ പ്ലാസ്റ്റിക് ഗ്രാനുവൽ അടിയന്തരമായി ഈ തീരത്ത് നിന്ന് നീക്കം ചെയ്യണം, ഇത് പ്രകൃതിക്ക് ഭവിഷ്യത്തുണ്ടാക്കുന്നതാണ് തുടങ്ങിയ ഇത് ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൂടി ഉത്തരവാദിത്തമായിരുന്നു ഇത്. അവർ കൂടി ആവശ്യപ്പെട്ടതാണ് ഇത് അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് ഷിപ്പിംഗ് കമ്പനിയോട് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നിയോഗിച്ച ആളുകളാണ് ഇപ്പോൾ എത്തി ഇത് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ പ്ലാസ്റ്റിക് ഗ്രാനുവൽസ് ഈ നമ്മുടെ ഈ കൊല്ലം മുണ്ടക്കൽ പാപനാശം കടപ്പുറത്തുള്ള തീരത്താണ് ഇത് മുഴുവനും അടിഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും ഈ തിരമാലകൾ വരുമ്പോൾ ആ തിരമാലകൾക്കൊപ്പം ഈ പ്ലാസ്റ്റിക് ഗ്രാനുവൽസ് കൂടി നമുക്ക് ഇവിടെ ഇതിങ്ങനെ അടിഞ്ഞു കയറുന്നത് കാണുന്നുണ്ട്. പക്ഷേ ഇതിൽ ഒരു കാര്യം നമുക്കൊരു ആശ്വാസം എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക് ഗ്രാനുവൽസ് ഒരെണ്ണം പോലും ഈ കടലിൻ്റെ ഉള്ളിലേക്ക് ഇത് പോവില്ല. ഇത് ഉറപ്പായും പ്ലാസ്റ്റിക് ഭാരം കുറഞ്ഞതായതുകൊണ്ട് തന്നെ, പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇത് കടലമ്മ ഉറപ്പായും തീരത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ തീരത്ത് കൊണ്ടുവരുന്ന ഈ പ്ലാസ്റ്റിക് ഗ്രാനുവൽസ് മുഴുവനും നീക്കം ചെയ്യുക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ് ഇപ്പോൾ ഇവർ ഏറ്റെടുത്തിരിക്കുന്നതും. അതനുസരിച്ചിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് മോണിറ്റർ ചെയ്യുന്നതിനുള്ള ഇത് ജില്ലാ ദുരന്ത നിവാരണ സമിതി ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. സർ, how many days it will take? Not many days. We'll try and complete as soon as possible. How much area you located this? There are few places we have got them. How many men are you working here? We have lot many teams. There are different teams working at different locations. Okay. It is too dangerous now. This plastic also. It's not so like it's okay like no now. Threat for the biolife. Biolife it is, but that is why we are cleaning. We can't fight nature. So nature has done this. So we have to fight against the nature. We are here for the protect the nature. Absolutely. We are here to. That is our main job. It's our country, our population, our fishermen. So we need to do it for them. Thank you, sir. Thank you so much. Your good name? Vijay Raval. Thank you, sir. വിനീഷ, നമുക്കിവിടെ തീരദേശ ജാഗ്രതാ സമിതിയുടെ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള ശ്രീ കൊച്ചുണ്ണി, ഇത് എത്രമാത്രം സ്ഥലങ്ങളിലാണ് ഇത് വ്യാപിച്ചിരിക്കുന്നത്? ഇത് വ്യാപിച്ചിരിക്കുന്നത് പാപനാശം കടപ്പുറമാണല്ലോ. ഇത് ഇവിടെ ഈ ഭാഗത്തുണ്ട്, അതുപോലെ തന്നെ നമ്മളെ കാക്കത്തോപ്പ് ഭാഗത്തുണ്ട്. അവിടെ പോലീസിൻ്റെ പിക്കറ്റിങ്ങും നിരീക്ഷണമൊക്കെ 2 ദിവസം കൊണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ ഏകദേശം ഈ ഭാഗത്ത് തന്നെ ഒരു 4 കണ്ടെയ്നർ അടിഞ്ഞിരിക്കുകയാണ്. അതിൽ ഒരെണ്ണം ഈ മണ്ണിനടി പോയിരിക്കുക. ഇനി അത് വളരെ ശ്രമഫലമായിട്ട് അത് എടുക്കാൻ പറ്റും. അതിപ്പോൾ നമുക്ക് കാണാൻ പോലും പറ്റുന്നില്ല, മണ്ണിൻ്റെ അടിയില്ല. അപ്പോൾ കൃത്യമായ പോലീസിൻ്റെ സംവിധാനങ്ങളും ഗവൺമെൻറ് ജില്ലാ ഭരണകൂടം അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നല്ല ഭംഗിയായ രീതിയിൽ നടക്കുകയാണ്. രാജ്കുമാർ പറഞ്ഞതുപോലെ തന്നെ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെയില്ല. എത്രയും പെട്ടെന്ന് തന്നെ മാലിന്യങ്ങൾ നീക്കാനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഒട്ടും തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് നേരത്തെ നടന്ന യോഗത്തിലും തീരുമാനമുണ്ടായത്.